ഹായ് എവ്രി വൺ, ഒരു ന്യൂ വീഡിയോയാണ്. നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ CMA ഡിസംബർ 2024 എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേപ്പറിൽ എങ്ങനെ നമുക്ക് 80% ഓഫ് ദ സിലബസ് പഠിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു 60 മാർക്സ് സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് തരത്തിലുള്ള ഒരു ഇതാണ് ഇതിൽ പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് 50 മാർക്ക്, ഓഡിറ്റ് 50 മാർക്ക്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചത് ഓഡിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ, ഓഡിറ്റ് മാത്രം പഠിച്ചിട്ട് അക്കൗണ്ട്സ് ഒന്നും അറിയില്ല, ഓഡിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ ഫുള്ളായിട്ടെന്ന് ചോദിച്ചു. പിന്നെ ചിലർ പറയുന്നത് ഓഡിറ്റ് ഒന്നും അറിയില്ല, അക്കൗണ്ട്സ് ഫുള്ളായിട്ട് പഠിച്ചാൽ മതിയോ, അക്കൗണ്ട്സ് അറിയാം, അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം, ഇപ്പോൾ 2 സബ്ജക്റ്റാണല്ലോ ഒരു പേപ്പറായിട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഡിറ്റ് മാത്രം പഠിക്കുകയാണെങ്കിൽ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആണെങ്കിലും നമ്മൾ എഴുതി വരുമ്പോൾ നമ്മൾ ഫുള്ള് പഠിച്ചാൽ പോലും നമ്മൾ എഴുതുമ്പോൾ നമുക്കത് ഫുള്ള് കിട്ടണം എന്നില്ല. അതായത് നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ, ചിലപ്പോൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടതിൻ്റെ ഇതിൽ എഴുതിയതായിരിക്കും, ചിലപ്പോൾ അതായിരിക്കില്ല അതിൻ്റെ ആൻസർ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോൾട്ടുകളൊക്കെ ചിലപ്പോൾ വരാം. അതുകൊണ്ട് 50 മാർക്കിന് എഴുതിയെന്ന് കരുതി 50 മാർക്ക് തന്നെ കിട്ടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം അതുകൊണ്ട് ഓഡിറ്റ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ, അക്കൗണ്ട്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റിസ്ക് ഫാക്ടറാണ്. സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് വേണമെങ്കിൽ എന്നെ ചെയ്യാം. ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്, ഇപ്പം ഓഡിറ്റ് നന്നായിട്ട് അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ അക്കൗണ്ട്സ് മാത്രം അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓഡിറ്റ് നന്നായിട്ട് അറിയെങ്കിൽ ഓഡിറ്റ് ഫുള്ള് നോക്കിക്കോ, 50 മാർക്ക് സെക്യൂർഡ് ആണ്. എന്നിട്ട് നിങ്ങൾ ചുമ്മാ പോകരുത്, ഒരു സേഫ്റ്റി. ഓഡിറ്റിൽ എന്ത് മറന്നു പോയാലും നമുക്ക് ഉടനെ അക്കൗണ്ട്സിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റണം. അപ്പോൾ അക്കൗണ്ട്സ് ഒന്നും അറിയാണ്ടിരിക്കരുത്. അപ്പോൾ അക്കൗണ്ട്സിൽ നമുക്കൊരു സേഫ്റ്റി വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഓഡിറ്റ് ഫുൾ അറിയാമെങ്കിൽ ഓഡിറ്റ് ഫുള്ള് പഠിക്കുക. അതിനൊരു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ അക്കൗണ്ട്സിൽ നിന്ന് ഒന്നും നോക്കാണ്ട് പോകരുത്. അക്കൗണ്ട്സിൻ്റെ ചാപ്റ്റർ 1 എന്ന് വെച്ചാൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് ആണ്. അത് നോക്കുക. അത് സിമ്പിൾ ചാപ്റ്ററാണ്. കുറേ പേരത് പാടാണെന്ന് പറയാറുണ്ട്, പക്ഷേ അത് സിമ്പിളാണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വേ ആണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ. ശരിക്കും അത് സിമ്പിളാണ്. അപ്പം ആ ചാപ്റ്റർ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, അതുപോലെ ഇൻഷുറൻസ്, അതിൻ്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ 4. അത് ശരിക്കും സിമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ചാപ്റ്ററാണ്. അത് നമ്മൾ പലരും അത് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ് കളയാറുണ്ട്, പക്ഷേ അത് സിമ്പിളാണ്. അപ്പം അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ ആ ചാപ്റ്റർ ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ഗൈഡാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ട് പോയി. എക്സാമിന് അതിൽ നിന്ന് കറക്റ്റ് എന്താണോ ഇതിലുള്ളത് അതേപോലെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. അത് കറക്റ്റ് മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പേപ്പറിനാണ് എനിക്ക് 59 മാർക്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ഗൈഡ് മാത്രമാണ് പഠിച്ചത്. അപ്പോൾ അതിൽ ഞാനിതുപോലെ ഓഡിറ്റ് ഫുള്ള് പഠിക്കാമെന്ന് പറഞ്ഞ് നിന്നെങ്കിലും ടൈം എത്തിയപ്പോൾ ഓഡിറ്റ് തീർന്നില്ല. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട്സ് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല, 59 മാർക്സ് കിട്ടി. അപ്പം ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഓഡിറ്റ് നമ്മൾ ഫുള്ളും പഠിക്കുമായിരുന്നു എങ്കിൽ ശരിക്കും നല്ല മാർക്ക് കിട്ടിയതായിരുന്നു. അപ്പം ഞാൻ ഓഡിറ്റ് എന്ന് പറയുന്നതിൽ ഓഡിറ്റ് നിങ്ങൾ ഫുള്ള് പഠിക്കുക, പറ്റുന്നുണ്ടെങ്കിൽ ഫുള്ളും പഠിച്ചിട്ട് അക്കൗണ്ട്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് 4th ചാപ്റ്റർ നോക്കിയേക്കുക. അത് വിടരുത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ആൻഡ് അതിൽ നിന്ന് അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസുമാണ്, പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പം ചിലർക്ക് ഫസ്റ്റ് ചാപ്റ്റർ നല്ല ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ ചാപ്റ്ററും ഷെയർസ്, ഡിബഞ്ചേഴ്സിൻ്റെ ചാപ്റ്ററും ഈ പറയുന്ന അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇൻഷുറൻസ് ആണ്. കാരണം അത് രണ്ടും നല്ല ചാപ്റ്ററാണ്, സ്കോറിങ്ങുമാണ്, എളുപ്പമാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരെണ്ണം അതിന് പകരം ചൂസ് ചെയ്യാം. തീർന്നില്ല, ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെയാണ് കമ്പനിയുടെ. അപ്പോൾ P&L, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&Lൻ്റെ ഫോർമാറ്റ്, രണ്ടിനും ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഫോർമാറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. പ്ലസ് നമ്മൾ ഫോർമാറ്റ് മാത്രം പഠിച്ചുകൊണ്ട് പോയതുകൊണ്ട് എക്സാം അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് മാത്രം പോരാ, നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുമുള്ള P&Lൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യുക. ഫോർമാറ്റ് ഫുൾ ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുമുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പേഴ്സണലി നിങ്ങൾക്കത് അയച്ചു തരാം. നിങ്ങൾ മെസ്സേജ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് P&Lൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ കംപ്ലീറ്റ് ഫൈനലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും നമുക്ക് പകുതിയിൽ പോയെങ്കിൽ എത്തി ആ ആൻസർ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ?
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൽ വർക്കൗട്ട് ചെയ്തിരിക്കണം. മൊത്തം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം. ഞാൻ പറഞ്ഞത് ടൈമിൻ്റെ കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്. ഒരെണ്ണമെങ്കിലും ചെയ്തിരിക്കണം, ഒന്ന് നമുക്ക് എങ്ങനെയാണെന്ന് ഫെമിലിയർ ആയിട്ടിരിക്കാൻ വേണ്ടി. അതേപോലെ ആ ചാപ്റ്ററിൽ ബാലൻസ് ഷീറ്റും ഉണ്ട്. ബാലൻസ് ഷീറ്റിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഇതെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർമാറ്റും പഠിച്ച് അതും ചെയ്യണം. പിന്നെ അതിൽ തന്നെ ഉള്ള ഒന്നാണ് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പഠിച്ച് അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടും ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം നമ്മൾ ആദ്യം ഓഡിറ്റ് ഫുള്ള് പഠിച്ചു തീർന്നു. എന്നിട്ട് നമ്മൾ 2 ചാപ്റ്റേഴ്സ് നമ്മുടെ അക്കൗണ്ട്സിൽ എടുത്തു. പ്ലസ് നമ്മൾ P&Lൻ്റെ ഫോർമാറ്റ് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എങ്കിലും നമുക്കുണ്ട്. പിന്നെ നമ്മൾ ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, അത് പൊതുവിൽ പാടെന്നാണ് എല്ലാവരും പറയുന്നത്. 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് അക്കൗണ്ട്സിനകത്തുള്ളത്. അതിൽ മാക്സിമം ഒരു മിനിമം ഒരു 3 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം. 3 എണ്ണം പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണാതെ ബൈഹാർട്ടാക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അറ്റ്ലീസ്റ്റ് 3 എണ്ണം നിങ്ങൾ റീഡ് ചെയ്തിരിക്കണം. അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഏതാണെന്ന്, കാരണം ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആണ്. ചിലത് കുഞ്ഞുണ്ട്, വലുതുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 6 എണ്ണത്തിൽ നിന്ന് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് 3 എണ്ണം സെലക്ട് ചെയ്ത് പഠിക്കണം. ഇത്രയാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ഇത് സിമ്പിളാണ്. ഓഡിറ്റ് ഫുള്ള് പഠിക്കുക, അക്കൗണ്ട്സിൻ്റെ 2 ചാപ്റ്റർ നോക്കുക, P&Lൻ്റെ ഫോർമാറ്റ് പ്ലസ് ഒരു ക്വസ്റ്റ്യൻ, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പ്ലസ് ഒരു ക്വസ്റ്റ്യൻ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് പ്ലസ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നെ ഏകദേശം സെക്യൂർഡായി. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ 6 ASൽ നിന്ന് ഒരു 3 AS നിങ്ങൾ മിനിമം ചൂസ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ മെത്തേഡ്. ഇനി ഇത് ഞാൻ ഓഡിറ്റ് നന്നായിട്ട് അറിയുന്നവർക്ക് വേണ്ടി പ്രിഫർ ചെയ്ത മെത്തേഡാണ്. ഇതുപോലെ സെക്കൻഡ് മെത്തേഡ് ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് തന്നെ അക്കൗണ്ട്സ് നന്നായിട്ട് അറിയുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യുക, ഫുള്ള് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50 മാർക്സ് സെക്യൂർഡായി. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിറ്റിനകത്ത് നമുക്കിങ്ങനെ സെലക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല ഇന്ന ചാപ്റ്റർ എന്ന്. കാരണം ഓഡിറ്റിൽ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ 3 ചാപ്റ്റേഴ്സും മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. കാരണം 50 മാർക്കല്ല, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന ചാപ്റ്റർ എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും വെയിറ്റേജ് കൂടുതലുള്ളത് സെക്കൻഡ് ചാപ്റ്ററിലാണ്. ചാപ്റ്റർ 3ക്കാണ് നല്ല വെയിറ്റേജ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അക്കൗണ്ട്സ് ഫുൾ അറിയുന്നവരെ സംബന്ധിച്ച് അക്കൗണ്ട്സ് ഫുള്ള് പഠിക്കുക. പ്ലസ് ഓഡിറ്റിൻ്റെ ചാപ്റ്റർ 2 ചാപ്റ്റർ 2 പഠിക്കുക. കാരണം അതിലാണ് അത്യാവശ്യം വെയിറ്റേജ് നല്ല ഉള്ളത്. 3ലും ഉണ്ട്, എങ്കിൽ പോലും ഇതിൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഓഡിറ്റ് അറിയുന്നവരെ സംബന്ധിച്ച് ലെങ്തിയാണ് മെത്തേഡ് എന്നൊന്നും തോന്നണ്ട, അവർക്കാണ് ശരിക്കും എളുപ്പം. അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പം പ്രാക്ടിക്കൽ പ്രോബ്ലം വൈസ് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ പ്രോബ്ലം ഫുള്ള് നോക്കിയതിന് ശേഷം ഓഡിറ്റിൻ്റെ ചാപ്റ്റർ 2 കൂടി നോക്കി. അപ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 55 to 60 മാർക്ക് സുഖമായിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്. ഇത് ആണ് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ട്സിന് ഓഡിറ്റുന്ന പേപ്പർ. 50-50 ആണ് രണ്ടും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ എന്നുള്ളത് ഒരിക്കലും ഒരു കറക്റ്റ് വേ അല്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രസൻറ്റേഷൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ ക്ലിയർ ആവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ 50 മാർക്ക് നമുക്ക് എഴുതി കിട്ടണം എന്നില്ല, ചിലപ്പോൾ കിട്ടും. അപ്പം അത് ഡിഫറെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് പാടാണെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിക്ക് എത്തില്ല. സോ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു സേഫ്റ്റി ഒരു ഇതുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഡിറ്റ് പഠിക്കുന്നവർ ഒട്ട് ഫുള്ളായിട്ട് പഠിച്ചോളൂ. പ്ലസ് ഇതും കൂടെ നിങ്ങൾ കയ്യിൽ കുറച്ച് ഫുള്ളല്ല, നമ്മൾ ഫുള്ളാണെങ്കിൽ നമ്മൾ P&Lൊക്കെ ഫുള്ള് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ എല്ലാത്തിൻ്റെയും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ഇൻഷുറൻസ്, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലുണ്ട്. ഇതിലെങ്ങനെയാണുള്ളത് അതേപോലത്തെ ക്വസ്റ്റ്യനെ വരികയും ചെയ്തിട്ടുള്ളത്. ഞാൻ 3 പേപ്പർ നോക്കിയപ്പോഴും എനിക്കതാ മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിലാണ് ഈ ഗൈഡ് വാങ്ങിയത്. അപ്പോൾ ആ ഗൈഡിലാണ് അതേ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഞാനന്ന് എക്സാമിന് രാവിലെ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് വിട്ടൊരു ചാപ്റ്ററാണിത്. പക്ഷേ ഇതുപോലെ വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി. പ്ലസ് അതിൻ്റെ MCQ 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും അതിനെപ്പറ്റി പറയുന്നത്. ഈ ബുക്കിൻ്റെ പേര് ടാക്സ്മാൻ ക്രാക്കർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ. ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വന്ന് ചോദിക്കുക. എനിക്കും ഇപ്പം ആസ് എ ഫ്രണ്ട് എനിക്കും അങ്ങനെ മാത്രമേ അത് ക്ലിയർ. എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചും അത് ചോദിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ എല്ലാം അറിയുന്നവരല്ല, നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് അത് പഠിക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഡിസംബർ അറ്റംപ്റ്റിൽ എക്സാം എഴുതുന്ന ആളാണ് ഞാനും ബോർഡ് ഗ്രൂപ്പാണ് എഴുതുന്നത്. അപ്പം ഞാനും ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അഡീഷണൽ ഒന്നും പഠിക്കുന്നില്ല. ഞാൻ ഈ പറയുന്ന രീതിയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്.
അത് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെ ഇട്ടിട്ടുണ്ട്. ഈ ടാക്സിൻ്റെത് മാത്രമേ ഉള്ളൂ. ടാക്സിൻ്റെത് കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് അത് ഇടാത്തത്. ലാസ്റ്റ് ഒരു വീഡിയോയും കൂടെ ഉള്ളൂ. അതും കൂടി ആകുമ്പോഴത്തേക്കും എൻ്റെ ടോപ്പിക്സ് തീരും. അതിനുശേഷം 20 ഡേയ്സിൻ്റെ സ്ട്രാറ്റജി ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യും. കാരണം ഇതിപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട്, അല്ലെങ്കിൽ കണ്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയവരുണ്ടാവും. 26ൻ്റെത് കണ്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയവരുണ്ടാവും. 26 ഡേയ്സ് സ്ട്രാറ്റജി പറ്റാത്തവർക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ 20 ഡേയ്സിൻ്റെ സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യരുത്, ഹോപ്പ് വിടരുത്, കോൺഫിഡൻസ് വിടരുത്. നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ മാർക്സിലും ബേസ് ഒരു ആവറേജ് 50 മാർക്ക് വേണം. അപ്പോൾ അത് നമ്മുടെ മൈൻഡിൽ വേണം. നമുക്ക് 60 ഉണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? റിസൾട്ട് വരുമ്പോൾ ഉള്ള ഒരു മൊമെൻറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഉള്ള കുറച്ച് ഇനി ഒരു 23 ഡേയ്സ് വരും. ഇത് പക്ക ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ സഫീഷ്യൻ്റ് ആണ്, കൂളാണ് നമ്മളെല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി ടാക്സും കൂടെ മാത്രമേ ഉള്ളൂ. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഒരു ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ചും വർക്ക് ചെയ്തേ പറ്റൂ. ബട്ട് യു ഹാവ് ടൈം. അതായത് നിങ്ങൾക്ക് ആ ഒരു ടൈം കൺസ്ട്രെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടില്ല. മറ്റേ ആൾക്കാർ ബോത്ത് ഗ്രൂപ്പുകാർ നന്നായിട്ട് എഫേർട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സജഷൻസോ ഇങ്ങനെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പഠിക്കുന്നവർ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് വീഡിയോ. ഇനി നമ്മൾ ടാക്സിൻ്റെ ഒരു വീഡിയോ കൂടി ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ഫർദറായിട്ട് പറ്റുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, നിങ്ങൾ റിവ്യൂസൊക്കെ കമൻ്റായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഈ ഫസ്റ്റ് മെത്തേഡ് ഓഡിറ്റ് ഫുള്ള് പഠിക്കുന്നവർ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട, വലുതാണെന്ന് കരുതിയതല്ല. ശരിക്കും നിങ്ങൾക്കാണ് എളുപ്പം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ഓഡിറ്റിൻ്റെ തിയറി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം, കാരണം നമ്മൾ അക്കൗണ്ട്സിനെ സംബന്ധിച്ച് നമ്മൾ അക്കൗണ്ട്സിൽ എക്സാം എഴുതിയെന്ന് കരുതി നമുക്ക് ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതിലൊരു ഡൗട്ടായിരിക്കും. പക്ഷേ ഈ ഓഡിറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാമെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പ് മാർക്കാണ്. മനസ്സിലായില്ല? നമുക്കൊരു എല്ലാ പോയിൻറ്റും അറിയായിരുന്നെങ്കിൽ അത് ഉറപ്പാണ് ആ മാർക്ക് കിട്ടുന്നുള്ളത്. അതിലൊരു പ്രശ്നമില്ല, നമുക്ക് ഷുവറായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ അക്കൗണ്ട്സിനെ സംബന്ധിച്ച് നമുക്കത് ഷുവറിറ്റി കുറവായിരിക്കും. കാരണം നമുക്കറിയില്ലല്ലോ നമ്മൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അത് റിസൾട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് മെത്തേഡ് ഈസ് എപ്പോഴും നല്ലതെന്ന് പറയുന്നതാണ്. ഞാനും അതാണ് ഫോളോ ചെയ്യുന്നത്. അത് കുറച്ച് ലെങ്തി ആണെന്ന് ഫീൽ ചെയ്യും, പക്ഷെ അല്ല, അതാണ് ശരിക്കും എളുപ്പം എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് മെത്തേഡ് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ തിയറി പേപ്പർ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും പഠിക്കേണ്ടേ, അപ്പോൾ അവർക്കും വേണ്ടേ മെത്തേഡ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് ഒട്ടും മോശം എന്നല്ല, അതും നല്ലതാണ്. രണ്ടിലും നമുക്ക് 60 മാർക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും, കാരണം എഴുതിയേക്കുന്ന രീതി കാണുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, എളുപ്പം ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും നോക്കുക. ഇതിൽ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. സെലക്റ്റീവ് പോർഷനാണ്, ഇതിനകത്ത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും കൂളാണെന്ന് കരുതുന്നു, എല്ലാവരും ഹാപ്പി ആണെന്ന് കരുതുന്നു, എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഓക്കെ ആണെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് കാണുക. ഓൾ ദി ബെസ്റ്റ്.